ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാൻ വിവാഹം കഴിഞ്ഞിട്ടുള്ള എല്ലാ പുരുഷന്മാർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ വീഡിയോ എടുക്കാനുണ്ടാകുന്ന സാഹചര്യം ആദ്യം പറയാം. 2016 റിലീസ് ചെയ്ത പൃഥ്വിരാജിന്റെ ഒരു മൂവിയാണ് ജെയിംസ് ആൻഡ് ആലിസ്. ആ മൂവി ഞാൻ 2 ദിവസം മുമ്പാണ് കാണുന്നത്. അതങ്ങനെ വലിയ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പടമൊന്നും ആയിരുന്നില്ല, വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അതിലെ ഒരു സീൻ കാണുമ്പോൾ ഒരുപാട് സ്ത്രീകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു സീനുണ്ട്, അതായത് പ്രണയിച്ച് വിവാഹം കഴിച്ച 2 ആളുകൾ. അതിൽ പൃഥ്വിരാജാണ് ജെയിംസ് ആയിട്ടും വേദിക എന്ന് പറഞ്ഞൊരു ആക്ട്രസാണ് ആലിസ് ആയിട്ടും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു കോടതി മുറിയിൽ ഒരു വക്കീലിനെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന്. അപ്പോൾ ഡിവോഴ്സ് വേണമെന്ന് പറയുമ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ കാരണം എന്ന്. അപ്പോൾ ഈ ഹസ്ബൻഡിന് പുകവലിയില്ല, മദ്യപാനമില്ല, പരസ്ത്രീ ബന്ധമില്ല, അങ്ങനെയുള്ള ഒരു ചീത്ത സ്വഭാവവും ഈ ആൾക്കില്ല. പക്ഷേ എന്നിട്ടും അവർ പറയുന്നത് ഇനി എനിക്ക് ഇയാളുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന്. അപ്പോൾ ആലോചിക്കണം, ഇവർ 7 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇതിനു മുൻപ് ഇവർ പ്രണയിച്ച് പലരോടും എതിർത്ത് വിവാഹം കഴിച്ച 2 ആൾക്കാരുമാണ്. അപ്പോൾ അതിൽ ആ സ്ത്രീ കൊടുക്കുന്ന കുറേ എക്സ്പ്ലനേഷൻ ഉണ്ട്. ആ എക്സ്പ്ലനേഷൻ മുഴുവൻ ഞാനിവിടെ പറയുന്നില്ല, അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അതിൽ ഇൻ ഷോർട്ടായി അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ചീത്ത സ്വഭാവം ഇല്ലാത്തത് കൊണ്ടോ അതുമല്ലെങ്കിൽ എന്താ പറയുക വളരെ സക്സസ്ഫുൾ ആയതുകൊണ്ടോ ഒരുപാട് പണമുള്ളത് കൊണ്ടോ അതൊന്നും ഒരിക്കലും ഒരു പാർട്ട്ണറിനെ, പ്രത്യേകിച്ച് ഒരു ഫീമെയിൽ പാർട്ട്ണറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങളല്ല. പാർട്ട്ണറിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഇമോഷണൽ അവൈലബിലിറ്റിയാണ്. ഈ ഒരു ക്യാരക്ടർ ഒരിക്കലും ഇമോഷണലി അവൈലബിൾ ആകുന്നില്ല എന്നത് തന്നെയാണ് ഇവർക്ക് ഇനി ഈ ബന്ധവുമായി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ കാരണം. നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പല മാരേജസ് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത് പലതും ഒരു സൈലന്റ് മാരേജ് ആണ്. അവിടെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരായാലും അറേഞ്ച്ഡ് മാരേജ് നടത്തിയവരായാലും ഒക്കെ ഒരു പോയിന്റ് കഴിഞ്ഞു കഴിയുമ്പോൾ വളരെ ഓർഗാനിക് ആയി തന്നെ ഈ പ്രണയമൊക്കെ അങ്ങ് പോയി പിന്നെ എല്ലാം ഒരുതരം ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയും പലപ്പോഴും പല പാർട്ട്നേഴ്സും തമ്മിൽ സംസാരിക്കുന്നതിന്റെ ദൈർഘ്യം കുറയുന്നു എന്നത് പോട്ടെ, ഒരേ വീട്ടിൽ താമസിച്ചിട്ട് പോലും പരസ്പരം സംസാരിക്കാതിരിക്കുന്ന എത്രയോ പേര് ഇപ്പോഴും ഉണ്ട് നമ്മുടെ ചുറ്റും. അപ്പോൾ ഒരു മാരിഡ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഒരു സ്ത്രീ കണക്കാക്കുന്നത് തൻ്റെ പാർട്ട്ണറുടെ ഇമോഷണൽ അവൈലബിലിറ്റി തന്നെയായിരിക്കും. നമ്മൾ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാകുക നമ്മളുടെ ഹസ്ബൻഡ് എന്നുള്ളതാണ് ഈ ഓരോ ഭാര്യമാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഞാനിപ്പോൾ ഇന്നിത് പറയാൻ കാരണം എൻ്റെ ചുറ്റുമുള്ള എനിക്ക് എൻ്റെ കൺമുന്നിൽ കാണുന്ന പല ജീവിതങ്ങളും ഇത്തരത്തിൽ ഒരുപാട് പറയാതെ ഇങ്ങനെ വീർപ്പ് മുട്ടി സപ്രസ് ചെയ്ത് സഹിച്ച് മുമ്പോട്ട് പോകുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോഴും പുരുഷന്മാർക്ക് സ്ത്രീകളുടെ ഒരു സൈക്കോളജി മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് അവർ ചിലപ്പോൾ പറയുന്ന ചില കാര്യങ്ങളെല്ലാം വളരെ സിലി ആയിട്ടുള്ള കാര്യങ്ങളായിട്ടായിരിക്കാം അവരുടെ പാർട്ട്നേഴ്സ് തോന്നുക. ഈ കഞ്ഞിയും കറിയും വെച്ചതും കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോയതും അതും ഇതും അങ്ങനെ തൊടുന്നതും പിടിക്കുന്നതും മുഴുവൻ ഇങ്ങനെ പരാതിയും പരിഭവങ്ങളും പറയുമ്പോൾ ഇതെല്ലാം ഇത്ര ബാലിശമായ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അവർ തള്ളിക്കളയുകയാണ് പതിവ്. പക്ഷെ ഈ സില്ലിയായി നിങ്ങൾക്ക് തോന്നുന്ന പല കാര്യങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളാണ് ഒരു സ്ത്രീയുടെ മനസ്സിൽ. സോ കുറച്ചുകൂടി അവരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പാർട്ട്ണറാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു. ഇഫ് യു ഹാവ് എ ഹാപ്പി വൈഫ്, യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ ഹാപ്പി ലൈഫ്. താങ്ക് യു.